ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടങ്ങുക, ശാന്തമാവുക എന്ന വാക്കിനാൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയെയാണ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈശോയുടെ ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അത്ഭുതത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവവചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഉപമകളിലൂടെ പഠിപ്പിച്ച ക്രിസ്തു അപ്പസ്തോലന്മാരുടെ മുമ്പിൽ ദൈവപുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. 3 വസ്തുതകളാണ് ഈ വചനഭാഗത്ത് സുവിശേഷകനായ മാർക്കോസ് വ്യക്തമായി അവതരിപ്പിക്കുന്നത്. അതിശക്തമായ കൊടുങ്കാറ്റിൽ വഞ്ചിയിലേക്ക് വെള്ളം ആഞ്ഞടിച്ച് കയറിയപ്പോൾ നിസ്സഹായരായി പോകുന്ന അപ്പസ്തോലന്മാരെ ആദ്യമായി നമുക്ക് കാണുവാൻ കഴിയും. വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന ഈശോയെ ആണ് രണ്ടാമതായി അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും മുൻഗണന കൊടുക്കുന്നില്ലേ എന്നുള്ള ചിന്തയിൽ ഭയചകിതരായിരിക്കുന്ന അപ്പസ്തോലന്മാരെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമതായി ഈശോ കടലിനെ ശാന്തമാക്കുകയാണ്. ഈശോയുടെ ദൈവത്വത്തിലേക്കും അവൻ്റെ അധികാരത്തിലേക്കുമാണ് ഈ വചനഭാഗത്തിലൂടെ മർക്കോസ് സുവിശേഷകൻ നമ്മളെ നയിക്കുന്നത്. ഈശോ ശാന്തമാക്കിയത് കൊടുങ്കാറ്റിനെ മാത്രമായിരുന്നില്ല, അതോടൊപ്പം തന്നെ തിരമാലകളെക്കാളും ഉയർന്നു പൊങ്ങിയ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഭയത്തെ കൂടിയായിരുന്നു. ക്രിസ്തു എപ്രകാരം കടലിനെ ശാന്തമാക്കി എന്നതിനല്ല ഇവിടെ പ്രസക്തി, മറിച്ച് അവൻ ദൈവപുത്രനാണെന്നുള്ള വലിയ സത്യത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഡച്ച് ചിത്രകാരനായ റെംബ്രാൻഡ് ഈ ഒരു ബൈബിൾ സംഭവത്തെ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റും കോളും നിറഞ്ഞു നിൽക്കുന്ന കടലിലുള്ള ബോട്ടിൽ 14 പേരാണ് ഉള്ളത്. കാറ്റും കോളും നിറഞ്ഞ ആ വഞ്ചിയിൽ ചിത്രകാരൻ അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തിയെന്നാണ് നിരൂപകർ പറയുന്നത്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവം ഉറങ്ങുകയാണോ എന്ന് നാം എല്ലാം ചോദിച്ചു പോകുന്ന ചില ജീവിത നിമിഷങ്ങൾ. നാം ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്: അടങ്ങുക, ശാന്തമാവുക, കൂടെയുള്ളവൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ജീവിത പ്രതിസന്ധികളിൽ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ ഒരിക്കലും ഭയപ്പെടരുത്. ഭയം നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വചനം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ